നമസ്കാരം, ഞാൻ ഡോക്ടർ ഷോണിമ, ഡോക്ടർ അഷ്നാസ് വെൽനസ് ക്ലിനിക്, കൂത്തുപറമ്പ, കണ്ണൂർ. നമ്മൾ പല ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും പിത്താശയക്കല്ല് അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. പലപ്പോഴും ഇത് ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. നമ്മൾ മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി സ്കാൻ ചെയ്യാൻ പോയപ്പോഴായിരിക്കും അറിയുന്നത് ഇങ്ങനെ പിത്താശയത്തിൽ കല്ലുണ്ടെന്നൊക്കെ. ഇത് കൂടുതലും ഈ 30-40 വയസ്സ് പ്രായക്കാർക്കാണ് കൂടുതലായിട്ട് ഈ പിത്താശയക്കല്ല് കണ്ടുവരുന്നത്. അതും സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പിത്താശയം, എന്താണ് പിത്താശയത്തിലെ കല്ല്, എന്താണ് പിത്തരസം എന്ന് നോക്കാം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ദഹനരസമാണ് ഈ പിത്തരസം എന്ന് പറയുന്നത്. കൂടാതെ ഫാറ്റ് സോല്യുബിൾ വിറ്റമിൻസ് ആയ ADEKയുടെ അബ്സോർപ്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുള്ള കൊളസ്ട്രോളിനെയും ബിലിറൂബിനെയും ഒക്കെ പുറന്തള്ളുന്നത് ഈ പിത്തരസം വഴിയാണ്. കരളാണ് ഈ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. കരളുണ്ടാക്കുന്ന ഈ പിത്തരസം സ്റ്റോർ ചെയ്തൊക്കെ ശേഖരിച്ച് വെക്കുകയും അതിൻ്റെ ഗാഢത കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു അവയവമാണ് ഈ പിത്താശയം എന്ന് പറയുന്നത്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഈ പിത്താശയത്തിൽ നിന്ന് പിത്തരസം പിത്തക്കുഴൽ വഴി ചെറുകുടൽ എത്തുകയാണ് ചെയ്യുന്നത്. ഈ പിത്താശയം നമ്മുടെ വയറിൻ്റെ വലതുഭാഗത്ത് മുകളിലോട്ടായിട്ട് കരളിന് തൊട്ടു താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിത്താശയക്കല്ല് കൊണ്ടുണ്ടാകുന്ന വേദനയും നമ്മുടെ വയറിൻ്റെ വലതുഭാഗത്ത് മുകളിലോട്ടായിട്ട് ഈ വാരിയലിന് തൊട്ടു താഴെയായിട്ടാണ് കാണപ്പെടാറ്. ഈ വേദന എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ, എണ്ണക്കടികളോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഈ വേദന വരാം. 1 to 5 മണിക്കൂർ വരെ ഈ വേദന നിൽക്കാം. ഇത് കൂടാതെ നമ്മുടെ വലതുഭാഗത്ത് ഷോൾഡറിന് മുകളിലായിട്ട് ചിലർക്ക് വേദന കണ്ടുവരാറുണ്ട്. പലതരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ, വയറിളക്കം, ഛർദി, മലബന്ധം, വിറയലോട് കൂടിയുള്ള പനി, ശരീരമൊട്ടാകെ ചൊറിച്ചൽ, ചുവന്ന പാടുകൾ, അങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കാറുള്ളത്. എല്ലാവർക്കും ലക്ഷണം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏകദേശം ഒരു 10% ആളുകൾക്ക് മാത്രമേ ഈ പിത്താശയക്കല്ല് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാറുള്ളൂ. ഈ പിത്താശയക്കല്ല് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അമിതവണ്ണമുള്ളവർക്ക്, പെട്ടെന്ന് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടൊരു ക്രാഷ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക്, ഈ മദ്യപാനം ഉള്ളവർക്ക്, ശീതളപാനീയങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നവർക്ക്, ഈ വിറ്റമിൻസ്, കാൽഷ്യം ടാബ്ലറ്റ്സ് അമിതമായി കഴിക്കുന്നവർക്ക്, ഗർഭിണികൾക്ക്, ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നവർക്ക്, ഇങ്ങനെയുള്ളവർക്കാണ് ഈ പിത്താശയത്തിലെ കല്ല് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിത്താശയക്കല്ല് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. ഈ പിത്തരസത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയോ അല്ലെങ്കിൽ ഈ പിത്തലവണങ്ങളുടെ അളവ് കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പിത്തലവണങ്ങൾക്ക് ഈ കൊളസ്ട്രോളിനെ അലിയിപ്പിച്ച് കളയാൻ പറ്റില്ല. അപ്പോൾ ഇത് എന്തായി മാറും? പിത്താശയക്കല്ലായിട്ട് മാറും. ഇത് കൂടാതെ ഈ പിത്താശയത്തിന് ചുരുങ്ങാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ, ഈ പിത്താശയം ചുരുങ്ങാണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പിത്തരസം നമ്മുടെ ചെറുകുടലിൽ എത്തുകയില്ല. ഇത് അവിടെ തന്നെ കിടന്ന് ഗാഢത കൂടി പിത്താശയക്കല്ലായിട്ട് മാറും. കൂടാതെ ബിലിറൂബിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും നമുക്ക് പിത്താശയക്കല്ല് ഉണ്ടാവാറുണ്ട്. ഇനി ഇത് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. സാധാരണയായി പിത്താശയക്കല്ല് അൾട്രാസൗണ്ട് സ്കാൻ വഴിയാണ് കണ്ടുപിടിക്കാറുള്ളത്. നമ്മൾ ഈ പിത്താശയക്കല്ലിന് വേണ്ടി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ വെറും വയറ്റിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പിത്താശയം ചുരുങ്ങുകയും ഈ പിത്തരസം ചെറുകുടലെത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പിത്താശയക്കല്ല് കാണാൻ വളരെ പ്രയാസമായിരിക്കും. ഇനി ചികിത്സാ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു ലക്ഷണങ്ങളും ഇല്ല, ഒരു വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പിത്താശയം നോർമലാണ്, അതിൽ നിന്ന് വരുന്ന പിത്തരസത്തിനും ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ചികിത്സേൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രം മതി. മറിച്ച് നമുക്ക് വേദനയും മറ്റ് പല സിംറ്റംസുകളും ഉണ്ടെങ്കിൽ നമ്മളത് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അല്ലെങ്കിൽ അത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകാം. ഇനി ഈ പിത്താശയക്കല്ല് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പിത്താശയത്തിന് ഇൻഫെക്ഷൻ വരാം. അതിനെ നമ്മൾ കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയും. അല്ലെങ്കിൽ ഈ കല്ല് ഈ പിത്തക്കുഴലിനെ ബ്ലോക്ക് ചെയ്ത് മഞ്ഞപ്പിത്തം വരെ ഉണ്ടാക്കാം. വേറെ ഒരു കോംപ്ലിക്കേഷനാണ് ഈ പിത്താശയക്കല്ല് താഴെ വന്ന് പാൻക്രിയാസിൻ്റെ ഡക്റ്റിനെ ബ്ലോക്ക് ചെയ്ത് പാൻക്രിയാസിലെ നീർക്കെട്ടുണ്ടാക്കാം. ഇനി ഈ പിത്താശയത്തിന് പഴുപ്പ് ബാധിച്ചു കഴിഞ്ഞാൽ ഈ പഴുപ്പ് കരളിനെയും ബാധിച്ച് കരളിലെ ആബ്സസ് വരെ ഉണ്ടാക്കാറുണ്ട്. ഇനി പിത്താശയക്കല്ല് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ നന്നായിട്ട് കുറക്കുക, നല്ലോണം എക്സസൈസ് ചെയ്യുക, നല്ലവണ്ണം പച്ചക്കറികളും ഇലക്കറികളും നന്നായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, നന്നായി വെള്ളം കുടിക്കുക. ഇനി പിത്താശയക്കല്ലുള്ള ആളുകളാണെങ്കിൽ ഡെയിലി 1-2 ആപ്പിൾ കഴിക്കുകയോ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതോ വളരെയധികം നല്ലതാണ്. കൂടാതെ ഒലീവ് ഓയിലൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈ അലോവേറ അത് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെ കല്ലിൻ്റെ കട്ടി കുറക്കാൻ വേണ്ടി സഹായിക്കും.
ഈ വേദനയുള്ള സമയത്ത് ഈ കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ, പ്രോട്ടീൻ ഫുഡ്സും ഈ ഓയിലി ഫുഡ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗാവസ്ഥ മൂർച്ഛിക്കുകയുള്ളൂ. ഈ സമയത്ത് നമ്മൾ ലൈറ്റായിട്ടുള്ള, ലഘുവായിട്ടുള്ള കഞ്ഞി പോലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതായിരിക്കും വളരെയധികം നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പിത്താശയക്കല്ല് വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ക്ലിനിക് സന്ദർശിക്കുകയോ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക.